പാരൻസിനോടാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്മൈല് സേഫാക്കി വെക്കാൻ ഒരു സിമ്പിൾ ഏർലി ടിപ്പ് പറഞ്ഞു തരട്ടെ. ഹായ്, ഐ എം ഡോക്ടർ നീരജ, എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. നമ്മുടെ ഇടയിൽ പാരൻസ് ചെയ്യുന്നൊരു മണ്ടത്തരം പറഞ്ഞു തരട്ടെ. മിക്കവാറും പാരൻസും കുഞ്ഞിനെ ആദ്യമായിട്ട് ഡെന്റൽ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നതും പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ അന്വേഷിക്കുന്നതൊക്കെ കുഞ്ഞിന് പല്ല് കേടുവന്ന് വേദനയായതിനു ശേഷം മാത്രമാണ്. ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് എപ്പോഴാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. മിക്കവാറും പാരൻസിന് പക്ഷെ അതിനെക്കുറിച്ച് അറിയില്ല. നമ്മളൊരു കുഞ്ഞുണ്ടായി ആദ്യമായിട്ട് ആ കുഞ്ഞിനെ ഡെന്റൽ വിസിറ്റ് നടത്തേണ്ടത് കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് മുന്നെയോ അല്ലെങ്കിൽ വായിൽ ആദ്യമായിട്ട് പല്ല് വന്നതിന് ശേഷമാണ്. അങ്ങനെ കുഞ്ഞിനെ നേരത്തെ ഡെന്റൽ വിസിറ്റ് നടത്തുമ്പോൾ ഒരു ഗുണം പറഞ്ഞു തരട്ടെ. കുഞ്ഞിൻ്റെ വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പ്രിവെൻഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ കുഞ്ഞിനെ ഭാവിയിൽ നമുക്കൊരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ ഇത്രയും നേരത്തെ കുഞ്ഞ് ഡെന്റിസ്റ്റിനെ കാണുകയും ഡെന്റൽ എൻവയോൺമെന്റുമായിട്ട് പരിചയപ്പെടുകയും ചെയ്യുമ്പം കുഞ്ഞ് ഈ ഡെന്റൽ ക്ലിനിക്കിൽ പോകുക എന്നുള്ളത് ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് കാണും, അല്ലാതെ ഒരു സ്കെയറി എക്സ്പീരിയൻസ് ആയിട്ടല്ല. നമുക്ക് കുഞ്ഞിന് ഡെന്റിസ്റ്റുമായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ ഈ ഏർലി വിസിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ അറിയാത്ത പാരൻസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവുക, പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ പല്ല് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്.